വെൽക്കം ടു ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം മക്കളെ. മൂസി സെറിസ് ഹിയർ. മക്കളെ 8ാം ക്ലാസ്സിലെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സോ ഇതാണ് കോൺസെപ്റ്റ്, ഡെസിമൽ സ്ക്വയേഴ്സ്, ദശാംശ വർഗ്ഗങ്ങൾ. ഷുവർ ആയിട്ടും നമ്മൾ ഈ ഓണപരീക്ഷയ്ക്ക് എന്തായാലും ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും, 100% ഉറപ്പാണ്. മക്കളെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഇതിൽ ഒരുപാട് കൺഫ്യൂഷൻസ് പല കുട്ടികളും ഡൗട്ടായിട്ട് ചോദിക്കാറുണ്ട്. സോ ഈ ഒരു എക്സാമ്പിളിലൂടെ കൃത്യമായിട്ട് പഠിക്കണം. 2 ക്വസ്റ്റ്യൻ ചെയ്തു തരും ആൻഡ് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാനും തരും. റെഡി ആണല്ലോ? സോ മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനോടൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോനെ കുറിച്ച് എന്ത് ചെയ്യുക, അറിയിക്കുക, ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. റെഡി? സോ മക്കളെ ശ്രദ്ധിച്ചോ. ഡെസിമൽ സ്ക്വയേഴ്സ്, ദശാംശ വർഗ്ഗങ്ങൾ, അതായത് ഒരു ഡെസിമൽ നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് പഠിക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോ. അപ്പൊ എക്സാമ്പിൾ 3.2ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. ഓക്കെ, 3.2 സ്ക്വയർ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. 3.2 എന്ന് പറഞ്ഞാൽ 3 + 0.2 ആണല്ലോ, ശ്രദ്ധിച്ചോ. അപ്പൊ എന്ത് ചെയ്യുക, 3.2 എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം 3 + 0.2. 0.2 എന്ന് പറഞ്ഞാൽ 0.2 എന്ന് എഴുതുക. റെഡി ആണല്ലോ? അപ്പൊ 5.1 ആണ് ചോദിച്ചതെങ്കിലോ 5 + 0.1. 6.4 ആണ് ചോദിച്ചതെങ്കിലോ 6 + 0.4. 7.3 ആണ് ചോദിച്ചെങ്കിലോ 7 + 0.3. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഒക്കെ സ്പ്ലിറ്റ് ആക്കിയത്. അപ്പൊ ഇതാണ് ചോദ്യം. 3.2 3.2ന്റെ സ്ക്വയർ ആണ്. സോ 3 + 0.2 എന്നാക്കി എഴുതി. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. നെക്സ്റ്റ് ഇതിന്റെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. 3 + 2 0.2ന്റെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ x + y ² = x² + 2xy + y² എന്ന രൂപത്തിലാണ് നമ്മൾ ഇതെന്ത് ചെയ്യേണ്ടത്. സോ ഈ ഇക്വേഷൻ നിങ്ങളെ ചാപ്റ്ററിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നില്ല, പക്ഷെ മറ്റൊരു ചാപ്റ്ററിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ ഇതെങ്ങനെയാ ചെയ്യാൻ നോക്കിയോ, വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, ശരിക്കും ശ്രദ്ധിച്ചോ. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആദ്യം ഫസ്റ്റത്തെ നമ്പർ ആരാ നോക്കുക. ഫസ്റ്റ് നമ്പർ ആരാ? 3 ആണ് അല്ലെ, 3 ആണ്. അപ്പൊ ആ 3ന്റെ സ്ക്വയർ എഴുതുക. 3ന്റെ സ്ക്വയർ എന്ന് എഴുതുക പ്ലസ്. റെഡി? ആ 3ന്റെ സ്ക്വയർ ഇടുക പ്ലസ്. ഇനി ലാസ്റ്റ് ടേം ലാസ്റ്റ് കൊണ്ടുപോയി ആരെ എഴുതാറ്? ഈ സെക്കൻഡ് നമ്പർ 0.2. റെഡി? 0.2. ആ 0.2ന്റെ സ്ക്വയർ എഴുതുക. 0.2ന്റെ സ്ക്വയർ എഴുതുക. എന്തിനാ അങ്ങനെ എഴുതണം അറിയോ? അപ്പൊ എന്താ അതിന്റെ കൂടെ ഇവിടെ എഴുതി കൂടെ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ എഴുതുന്ന വെച്ചാൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ എന്ത് വരും അറിയാം, ഇങ്ങനെ 3² + ഡാഷ് + 0.2². ഇവിടെ എന്താണ് ടേം എന്നൊക്കെ എഴുതാൻ വരും, അങ്ങനെയൊക്കെ വരും. അപ്പൊ ഈ ഒരു രൂപത്തിൽ തന്നെ നിങ്ങൾ ഒന്ന് പഠിച്ച് സെറ്റ് ആക്കി വെക്കുക. റെഡി? സോ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് 3² എഴുതി, പിന്നെ 0.2². ഇനി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഈ മിഡിലെ ടേം എന്താ അറിയോ, ഇവിടെ 2 ഇൻറ്റു, എപ്പോഴും ഏത് ക്വസ്റ്റ്യനും 2 ഇൻറ്റു ഇട്ട് കൊടുത്താൽ മതി. ഫസ്റ്റ് 2 ഇൻറ്റു ഇതേ 2 നമ്പർ 3 × 0.2, ആ 2 നമ്പർ ഒന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. ഒന്നുകൂടി ഇവിടെയും ഇവിടെ ഇതേപോലെ ഇവിടെയും കൂടി അങ്ങോട്ട് ചെയ്താൽ ഈ 2ന്റെ കൂടെ ചെയ്താൽ, അപ്പൊ 2 × 3 × 3 × 0.2, 3 × 0.2. സെറ്റ് ആണല്ലോ? റെഡി ആണല്ലോടാ? യെസ്, ഇത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. സോ മകളെ ഇനി നോക്കിക്കോ, ഇനി ബാക്കി കാൽക്കുലേഷൻ ചെയ്യണം. ബാക്കി കാൽക്കുലേഷൻ ചെയ്യുമ്പോഴൊക്കെ കുട്ടികൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഇതിലെ ചെറിയ മിസ്റ്റേക്ക് വരുത്തി എന്ത് ചെയ്യും, ഫുൾ മാർക്ക് അങ്ങോട്ട് കളയും. അപ്പൊ നല്ലോണം ശ്രദ്ധിച്ചോ. ആദ്യം ചെയ്യേണ്ടത് എന്താ, ഇവിടെ 3ന്റെ സ്ക്വയർ ഉണ്ട് അല്ലെ, 3ന്റെ സ്ക്വയർ എന്താ, 3 × 3 9 ആണ്. അപ്പൊ 3ന്റെ സ്ക്വയർ 9, 9. സോ ആ 9 ഇവിടെ എഴുതി, 9 പ്ലസ്. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്? അടുത്തതാ ഈ ടേം മുഴുവനായിട്ട് ചെയ്യണം. 2 × 3 × 0.2. ഈ പോയിന്റ് വെച്ചുള്ള മൾട്ടിപ്ലിക്കേഷനും കുട്ടികൾ കൺഫ്യൂഷൻ ആണ്, തെറ്റിക്കാറുണ്ട്. നല്ലോണം ശ്രദ്ധിച്ചോ. ആദ്യം നിങ്ങൾ ചെയ്യുക 2 × 3 എല്ലാവർക്കും അറിയാലോ. ഈ 2 × 3 എത്രയാടാ? 2 × 3 6 ആണ്, 6 ആണ്. അതവിടെ ഇത് 6. 6 ഇൻറ്റു ഇനി എന്താ ഉള്ളത്? 0.2. 6 × 0.2. 6 × 0.2. അത് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോ, 6 × 0.2. നല്ലോണം ശ്രദ്ധിച്ചോ. 6 × 6 × 0.2, 0.2. റെഡി? ഇത് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 0.2 as 0.2 എന്ന് എഴുതുക. ഇത്ര എഴുതിയാൽ മതി, നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. അപ്പൊ 0നെ കൊണ്ട് മൾട്ടിപ്ലൈ ഉണ്ട്, ആകെപ്പാട് കൺഫ്യൂഷൻ. 6 × 0.2. അപ്പൊ ഇത്രയേ ഉള്ളൂ. 6 × 2, 6 × 2 എത്ര? 12 ആണ്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്തു. പോയിന്റ് മറന്നിട്ട് മൾട്ടിപ്ലൈ, സാധാ പോലെ ഗുണിക്കുക. 6 × 2 എന്ന് പറഞ്ഞാൽ 12 അല്ലേ? ഇനി നോക്കുക, നമ്മളെ മൾട്ടിപ്ലിക്കേഷന്റെ ക്വസ്റ്റ്യനിൽ പോയിന്റിന് ശേഷം എത്ര വാല്യൂസ് ഉണ്ട്, ഡെസിമൽ ആയിട്ട് എത്ര വാല്യൂസ് ഉണ്ട്, പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട് നോക്കാം. ഇത് എത്രയേ ഉള്ളൂ? 1 അല്ലേ ഉള്ളൂ. അപ്പൊ ആൻസറിൽ എന്തുണ്ടാവും അറിയോ? പോയിന്റിന് ശേഷം ഒരു നമ്പർ ഉണ്ടാവണം. അപ്പൊ ഈ ആൻസറിൽ 12 ആണെങ്കിൽ 1.2, അവിടെ 2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒരു പോയിന്റ് ഇടാം. റെഡി ആണല്ലോ? അപ്പൊ ക്വസ്റ്റ്യനിൽ പോയിന്റിന് ശേഷം ഒരു വാല്യൂ ഉണ്ട്. അപ്പം ആൻസറിലും എന്ത് വേണം? മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസറിലും അതേ വാല്യൂ വേണം. അതേ വാല്യൂ എന്നല്ല, അതേ നമ്പർ ഓഫ് എത്ര ഡിജിറ്റ് ഉണ്ടോ അത്ര ഡിജിറ്റ് വേണം. ആൻസർ എഴുതിയിട്ട് ആ പോയിന്റ് അങ്ങോട്ട് ഇടാം. അപ്പൊ ആൻസർ ഈസ് 1.2 ആണ്.
സോ എന്ത് ചെയ്യുക, ഈ മുഴുവൻ ടേമിന്റെ ആൻസർ അപ്പൊ എന്തായി 1.2. അപ്പൊ 1.2 ആണ് ആൻസർ. റെഡി ആണല്ലോ? യെസ്. പ്ലസ് പ്ലസ് ഇത്രേ ഉള്ളൂ. അപ്പൊ 9 പ്ലസ് 1.2. ഇനി നെക്സ്റ്റ് ഇതാ ഇവന്റെ സ്ക്വയർ. 0.2ന്റെ സ്ക്വയർ. 0.2ന്റെ സ്ക്വയർ ആണ് അടുത്ത് എഴുതേണ്ടത്. എന്താണ് 0.2ന്റെ സ്ക്വയർ? ഇതേപോലെ ചെയ്യാം 0.2ന്റെ സ്ക്വയർ. അപ്പൊ 0.2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.2 × 0.2 ആണല്ലോ. 0.2 × 0.2 ആണല്ലോ. യെസ്. ഇത് മൾട്ടിപ്ലൈ ആണ്. 0.2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 × 2, 0.2 × 0.2. ഇതാ സാധാ പോലെ എന്ത് ചെയ്യുക, 2 × 2 മൾട്ടിപ്ലൈ ചെയ്തു. 2 × 2 മൾട്ടിപ്ലൈ ചെയ്തു 4. ഇനി പലരും ചെയ്യുന്ന കാര്യം ഇവിടെ ഒരു പോയിന്റ് ഇടും. അല്ല അതാണ് ഞാൻ പറഞ്ഞത്. ക്വസ്റ്റ്യനിൽ പോയിന്റിന് ശേഷം എത്ര വാല്യൂ ഉണ്ട് നോക്ക്. ക്വസ്റ്റ്യനിൽ നോക്കുക, പോയിന്റിന് ശേഷം 1, ഇവിടെയും പോയിന്റിന് ശേഷം 1. അപ്പൊ എത്ര ഉണ്ട്? പോയിന്റിന് ശേഷം 1, 2 രണ്ടാളായി. മുകളിലും ടേമിലും പോയിന്റിന് ശേഷം 1 ഉണ്ട്, താഴെയുണ്ട്. അപ്പൊ പോയിന്റിന് ശേഷം 2 ടേം ആയി. അപ്പൊ ഇവിടെ പോയിന്റിന് ശേഷം എത്ര ആളാണോ? 2 ആൾ വേണം. അപ്പൊ ഇവിടെ ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ ഇവന്റെ കൂടെ ഇട്ട് കൊടുക്കുക, ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക, എന്നിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. 0 ഇവിടെ ഇടരുത് കേട്ടോ, 40 ആക്കരുത്, ഇങ്ങോട്ട് ഇടരുത്. 4ന്റെ ലെഫ്റ്റ് സൈഡിൽ ഇടാം 0 എന്ന് പറഞ്ഞാൽ 0.04. സിമ്പിൾ ആയിട്ട് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി വെച്ചോ. അപ്പൊ 0.2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.04. ആ 0.3ന്റെ സ്ക്വയർ എന്താ? 0.3ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ 9 അല്ലേ? അപ്പൊ 0.3ന്റെ സ്ക്വയർ 0.09. ഇത്രയേ ഉള്ളൂ. സെറ്റ് ആണല്ലോ? യെസ്. അപ്പൊ 4ന്റെ സ്ക്വയർ എന്തായിരിക്കും? 4ന്റെ സ്ക്വയർ 16 ആണ്. പോയിന്റിന് ശേഷം 2 ആൾ മതി. അപ്പൊ എന്താ? 0.16. അവിടെ കൊണ്ടുപോയി 0.016 എന്ന് എഴുതിട്ട് അപ്പൊ 3 ആളാവും. 0.16. പോയിന്റിന് ശേഷം 2 ആൾ മതി. റെഡി ആണല്ലോ? യെസ്. സോ മക്കളെ ഇതാ ഇവിടെ 0.2ന്റെ സ്ക്വയർ നമുക്ക് എന്ത് എഴുതാം? 0.04. റെഡി? 0.04. ഇത്രയേ ഉള്ളൂ. പരിപാടി കഴിഞ്ഞു. ഇനി ഈ 3 കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യണം, കൂട്ടണം. ആരൊക്കെ 3? ഈ 9നെയും 1.2നെയും 0.04നെയും 3നെയും അങ്ങോട്ട് ആഡ് ചെയ്യണം, കൂട്ടണം. ഇതെങ്ങനെ ചെയ്യാന്ന് കേട്ടോ? അതെങ്ങനെ കൂട്ടാം? 9 9 പ്ലസ് എന്നിട്ട് 1.2 ആൻഡ് 0.04. അത് എഴുതുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചോ. ഇവിടെ 9 1.2 0.04 എഴുതുമ്പോൾ ഇത് കറക്റ്റ് ഈ പോയിന്റ് ഉള്ളോട്ട് തന്നെ ഇടുക. അതായത് ഈ 1.2 എഴുതുമ്പോൾ ഈ 9ന്റെ താഴെയാണ് 1, ഇവിടെയാണ് പോയിന്റിന് ശേഷമുള്ള വാല്യൂ. ആൻഡ് ഇത് എഴുതുമ്പോഴും ഇതേപോലെ തന്നെ ഇവിടെ 0 പോയിന്റ് ഉള്ള സ്ഥാനത്ത് തന്നെ വരണം. ആൻഡ് 2ന്റെ സ്ഥാനത്ത് ഇവിടെ 0, ഇവിടെ ആരില്ല, അതുകൊണ്ട് 4. ഇങ്ങനെ തന്നെ എഴുതണം, മാറരുത് കേട്ടോ. അപ്പൊ ഇവിടെ 9 ആണെങ്കിൽ 9 പോയിന്റ് ഇവിടെ 0 എന്നുണ്ട്, വേണമെങ്കിൽ ഇവിടെ 0 ഇട്ട് കൊടുക്കാം. ഇവിടെയും ആൾക്കാർ 0, ആരും ഇല്ലാത്തതുകൊണ്ട് അവിടെ 0 ഇട്ട് കൊടുക്കാം. റെഡി ആണല്ലോ? അപ്പൊ പോയിന്റ് ഉള്ളവർ തന്നെ പോയിന്റ് ഇടണം. ഏത് ചെയ്യുമ്പോൾ? പ്ലസ് ചെയ്യുമ്പോഴും മൈനസ് ചെയ്യുമ്പോഴും. മൾട്ടിപ്ലിക്കേഷനിൽ പിന്നെ കുഴപ്പമില്ല, എത്ര പോയിന്റ് അത്രയും പോയിന്റ് ആയിട്ട് കുത്തിട്ടാൽ മതി. യെസ്. ഇനി നോക്കിക്കോ, ഇത്രയേ ഉള്ളൂ. ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ 0 ഇട്ട് കൊടുക്കാം. 0 ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇവിടെ 0 ഇട്ട് കൊടുക്കാതെ ഇങ്ങനെയൊക്കെ ഇതൊക്കെ കുട്ടികൾ കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പം 0 ഇട്ട് കൊടുക്കുകയാണ് നല്ലത്, ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യുക? ഇവിടെ 0 + 4 എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഇവിടെ 4 തന്നെയാണ്. ഇവിടെ എന്താണ്? ഇത് ഇങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അറിയാതെ ഈ 2ഉം 4ഉം കൂട്ടി ഇവിടെ 6 എഴുതും. 10.6 എന്നൊക്കെ എഴുതും. അതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പ് നല്ല ശ്രദ്ധിച്ച് തന്നെ എഴുതാ, തെറ്റിക്കരുത്, മാർക്ക് കളയരുത്. ഇവിടെ 0 ആണെങ്കിൽ ഇടാം, എന്നാ പിന്നെ തെറ്റൂല. അപ്പൊ ആദ്യം എന്താ? 0 + 4 എഴുതി. 0 + 2 + 0 അപ്പൊ എന്താണ്? 2 ആണ്. ഈ പോയിന്റ് ഉള്ള സ്ഥാനത്ത് തന്നെ പോയിന്റ് ഇടുക. റെഡി? അല്ലാതെ ഇവിടെ പോയിന്റിന് ശേഷം 1 2 3 4 ഇങ്ങനെ എണ്ണിട്ടിടരുത്. അത് എവിടെയാണ് നമ്മൾ പറഞ്ഞത്? മൾട്ടിപ്ലിക്കേഷനിലാണ്, ഗുണിക്കുമ്പോഴാണ് അങ്ങനെ ചെയ്യേണ്ടത്. റെഡി? റിപ്പീറ്റ് ചെയ്ത് കണ്ട് സെറ്റ് ആക്കണം കേട്ടോ. സോ മക്കളെ ഇത് എഴുതി, പോയിന്റ് എഴുതി. ഇതാ 9ഉം 1ഉം 0. 9 1 കൂട്ടിയാൽ എത്ര? 10 ആണ്. സോ 10.24. 10.24 ഈസ് ദ കറക്റ്റ് ആൻസർ. റെഡി ആണല്ലോടാ? സെറ്റ് ആണല്ലോ? യെസ്. അപ്പൊ ദാ ആൻസർ എന്തായി? യെസ്, 10.24. 10.24 ഈസ് കറക്റ്റ് ആൻസർ. റെഡി ആണോ? സെറ്റ് ആണോ? യെസ്. അപ്പൊ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്, സെറ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ഇവിടെ. യെസ്. ഓക്കെ. 4.3ന്റെ സ്കോർ ഇതേപോലെ സെയിം സാധനം. അപ്പൊ ആലോചിക്കുക, 4.3 എങ്ങനെ എഴുതണം? 4 + 0.3 4 + 0.3ന്റെ സ്ക്വയർ. 4 + 0.3ന്റെ സ്ക്വയർ. റെഡി ആണല്ലോ? യെസ്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്താ? 4 + 0.3 ആണ്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഈ 4ന്റെ സ്ക്വയർ എഴുതി. 4 സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് എന്താണ്? 0.3ന്റെ സ്ക്വയർ. ലാസ്റ്റ് ഇതാ 0.3ന്റെ സ്ക്വയർ, 0.3ന്റെ സ്ക്വയർ. റെഡി ആണല്ലോ? യെസ്. ആൻഡ് മിഡിൽ എന്താ എഴുതേണ്ടത്? മിഡിലെ ടേം എന്താ എഴുതേണ്ടത്? ഫസ്റ്റ് ഇതാ 2 × 2 എപ്പോഴും കോമൺ ആണ്. 2 × നെക്സ്റ്റ് എന്താ? ഇതേ സാധനം 4 × 0.3, 2 × 4 × 0.3.
അതേ നമ്പേഴ്സ്. പരിപാടി കഴിഞ്ഞു. ഇനി നോക്കിക്കോ, വാട്ട് ഈസ് 4 സ്ക്വയർ? 4ന്റെ സ്ക്വയർ എന്താടാ? 4ന്റെ സ്ക്വയർ 16 ആണ്. 16 പ്ലസ് അടുത്തത് 2 ഇൻറ്റു 4 ഇൻറ്റു 0.3. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആദ്യം എന്ത് ചെയ്യുക? 2 ഇൻറ്റു 4 ചെയ്യുക. 2 ഇൻറ്റു 4 എത്രടാ? 8 ആണ്. 8 ഇൻറ്റു ഇനി ബാക്കി എന്താ ഉള്ളത്? 8 ഇൻറ്റു 0.3 ആ. അപ്പൊ എന്ത് ചെയ്യുക? 8 ഇൻറ്റു 0.3 എഴുതാൻ പോവാ. 8 ഇൻറ്റു 0.3. 8 ഇൻറ്റു 0.3. സോ 8 ഇൻറ്റു 0.3 ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം മക്കളെ? 8 ഇൻറ്റു 3 ചെയ്യുക. 8 ഇൻറ്റു 3 എത്ര? 24. 8 ഇൻറ്റു 3 24. 24. 8 ഇൻറ്റു 3 24 ആണ്. അപ്പൊ ക്വസ്റ്റ്യനിൽ പോയിന്റിന് ശേഷം എത്ര വാല്യൂ ഉണ്ട്? ഒരാളേ ഉള്ളൂ അല്ലെ? ഇവിടെ പോയിന്റ് ശേഷം ഒരാൾ, അപ്പൊ ഇവിടെയും ആണ് പോയിന്റ് ശേഷം ഒരാൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് ഇടാം. സോ 2.4 2.4 2.4 2.4. സോ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ 2.4 എഴുതി. 2 ഇൻറ്റു 4 ഇൻറ്റു 0.3 എന്ന് പറഞ്ഞാൽ 2.4 ആണ്. പ്ലസ് ഇനി ആരുള്ളത്? 0.3ന്റെ സ്ക്വയർ. 0.3ന്റെ സ്ക്വയർ എന്താ? 0.3ന്റെ സ്ക്വയർ 0.09 നമ്മൾ പറഞ്ഞു. 0.3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.3 ഇൻറ്റു 0.3 ആണ്. 3 ഇൻറ്റു 3 9 ആണ്. ഇവിടെ രണ്ടാളുണ്ട്, അപ്പൊ 0.09 ഇടണം. 0.09. സോ 0.09 റെഡി ആണല്ലോ. ഇനി ഇതെല്ലാം കൂടെ കൂട്ടാം. ഇവരെല്ലാരും കൂടി കൂട്ടാൻ പോവാണ്. ഇവരെല്ലാരും കൂടെ കൂട്ടാൻ പോവാ. ആരൊക്കെ കൂട്ടണം? ശ്രദ്ധിച്ചോ. ഫസ്റ്റ് 16 16 പ്ലസ് 16 പ്ലസ് ശ്രദ്ധിച്ചോ 16 പ്ലസ് നെക്സ്റ്റ് ആരാ? 2.4. അപ്പൊ 2.4 എഴുതുമ്പോൾ ഈ 6ന്റെ താഴെ 2 ഇടുക. ഇവിടെ 0.4, കാരണം ഇവിടെ പോയിന്റിന് ശേഷം ആരുമില്ല, 0 ഇടണം. ഇങ്ങനെ എഴുതണം കേട്ടോ. 6ന്റെ താഴെയാണ് 2 എഴുതേണ്ടത്. അല്ലാതെ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് 2.4 എന്ന് എഴുതരുത്, കാരണം ഇവിടെ 16 നമ്പർ ആണ്, ഇന്റിജർ ആണ്. റെഡിയാണ്. സോ മക്കളെ നെക്സ്റ്റ് ഇവിടെ 0.09. അപ്പൊ എന്ത് ചെയ്യാ? ഇതിന്റെ താഴെ ഇവിടെയാണ് 0, പോയിന്റിന് മുന്നേ 0 ഉള്ളൂ. സോ 0.09. യെസ്, ഇത്രയേ ഉള്ളൂ. ഇനി നേരെ അങ്ങോട്ട് ആഡ് ചെയ്തോ. അപ്പൊ ഇവിടെ ഒന്നും ആളില്ലാത്തതുകൊണ്ട് ഇവിടെ വേണമെങ്കിൽ 0 ഇട്ട് കൊടുക്കാം. 0 ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. സോ 0 + 0 + 9, ഇവിടെ 9 ഉണ്ട്. 4 + 0 + 4 തന്നെയാണ്. ഈ പോയിന്റിന്റെ അടുത്ത് പോയിന്റ് തന്നെ ഇടാ. നെക്സ്റ്റ് നോക്ക്, ഇവിടെ ഈ 6ഉം 2ഉം കൂട്ടിയാൽ എത്രയിടാ? 8 ആണ്. ഈ 1 നേരെ ഇറക്കിയത്. സോ 18.49 is the correct answer. 18.49. സെറ്റ് ആണോടാ? യെസ്, റെഡി ആണ്. that is equal to 18.49. ഇത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ ആണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സോ എന്റെ മക്കൾ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് കണ്ട് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ തരാം. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ 2.4ന്റെ സ്ക്വയർ എത്രയാണ് എന്നുള്ളത് ഇതുപോലെ നിങ്ങൾ കണ്ട് കൃത്യമായിട്ട് ആൻസർ എന്റെ മക്കൾ എല്ലാവരും കമന്റ് ചെയ്യുക. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അറിയിച്ചു കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഇതുപോലത്തെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഈ ഓണപരീക്ഷയ്ക്ക് വേണ്ട ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. ആൻഡ് ഇതുപോലെ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ഡീറ്റെയിൽഡ് ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരുപാട് മക്കൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, കില്ലിനായിട്ട് പഠിക്കുന്നുണ്ട്. സോ മക്കളെ ഇതുപോലത്തെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇനി നെക്സ്റ്റ് വീഡിയോസുമായിട്ട് ഇനി വീണ്ടും കാണാം. ബൈ, സീ യു അഗൈൻ. ബൈ.